CPM മാഫിയ വിദ്യാഭ്യാസ മേഖലയിലും പിടിമുറുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ആവർത്തിച്ച് ഞാൻ പറയുന്നു, ട്യൂഷൻ സെന്ററും ഇടതുപക്ഷ അനുകൂല ഉദ്യോഗസ്ഥരും CPM നേതാക്കളും അടങ്ങുന്ന ഒരു മാഫിയ സംഘമാണ് ഇതിൻ്റെ പിന്നിൽ. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പോരാ, ഈ മന്ദഗതിയിൽ പോകുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാനിപ്പിച്ച് സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം. ഇല്ല, അത് പറയാം, പിന്നീട് പറയാം. അത് പലർക്കും അറിയുന്നതാണ്. ഇടതുപക്ഷ അനുകൂലികളായ വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാർ, അതിൽ അധ്യാപകരുണ്ട്, അധ്യാപകരെ നിയന്ത്രിക്കുന്ന സമിതിയുടെ അധ്യക്ഷന്മാരുണ്ട്. അതൊക്കെ പിന്നീട് പറയാം. കുറെ കാര്യം കേസ് പറഞ്ഞിട്ടുണ്ട്. അറിഞ്ഞാലേ 4 കാലും തുമ്പിക്കൈയും കൊമ്പോടെ ജീവി എന്ന് പറഞ്ഞാൽ ആരാന്ന് പറയേണ്ട കാര്യമില്ല, അന്വേഷിച്ചോളൂ. കോഴിക്കോട് നഗരത്തിലെ പ്രമുഖനായ ഒരു CPM നേതാവിൻ്റെ ഭാര്യയാണ് ഈ വിവാദ ട്യൂഷണറിൻ്റെ അഭിഭാഷക. ചോദ്യപേപ്പർ ചോർച്ച ഒരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ഉറവിടം കോഴിക്കോട്. സാധാരണക്കാരുടെ മക്കൾക്ക് കഴിവുണ്ടായിട്ടും ജയിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. മിക്ക ചോദ്യപേപ്പറുകളും ചോരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് നോക്കുകുത്തിയായി നിൽക്കുകയാണ്. യാതൊരു നടപടി ഉണ്ടാവുന്നില്ല, പരിഹാരം ഉണ്ടാവുന്നില്ല. ഞങ്ങൾ അന്വേഷണത്തിൽ മനസ്സിലായത് ഈ ചോദ്യപേപ്പർ പിന്നിൽ ഒരു മാഫിയ, ആ മാഫിയയിൽ അടുത്ത് വളർന്നു വരുന്ന ഒരു ട്യൂഷൻ സെൻ്ററിനും CPM നേതാക്കൾക്കും വിദ്യാഭ്യാസ വകുപ്പിലെ ഇടതുപക്ഷ അനുകൂലികളായ ഉദ്യോഗസ്ഥർ നടക്കുന്ന ഒരു മാഫിയാണ് ഇതിൻ്റെ പിന്നിൽ. അതിന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, അടുത്തിടെ ഉയർന്നു വന്ന ഇതുമായി പേരുന്ന പേരുകളെല്ലാം ഇവരുടെയൊക്കെ പേരുകളുണ്ട്. അടുത്ത് വളർന്നു വലുതായ ട്യൂഷൻ സെൻ്ററിൻ്റെ അഭിഭാഷക ഈ നഗരത്തിലൊരു പ്രമുഖനായ CPM നേതാവിൻ്റെ ഭാര്യയാണ്. CPMുമായി സഹയാത്ര നടത്തുന്ന ഒരു ട്യൂഷൻ സെൻ്ററാണ് ഞാൻ നേരത്തെ ട്യൂഷൻ സെൻ്റർ. വിദ്യാഭ്യാസ വകുപ്പിലെ ഇടതുപക്ഷ അനുകൂലികളായ ഉദ്യോഗസ്ഥരും ഇതിനൊത്താശ ചെയ്യും. ഈ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ഒരു നടപടി ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇതിന് പോരാ. ഇതിനകത്തുള്ളത് CPM നേതാക്കളും CPM സഹയാത്രികരും CPM അനുകൂല ഉദ്യോഗസ്ഥരുമായ സാഹചര്യത്തിൽ CPMന്റെ നേതാവ് ആഭ്യന്തരം കൈയാറുന്ന കേരളത്തിൽ ഈ ഗുരുതരമായ അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിന് വിശ്വാസമില്ല. വിശ്വാസ തകരാനും കാരണമുണ്ട്. ഇത്രയും ദിവസമായിട്ട് ഈ സംഭവങ്ങൾ നിത്യവും ആവർത്തിച്ചിട്ട് ഒരു കേസ് പോലും ക്രൈംബ്രാഞ്ച് ഇഷ്ടമില്ല. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നു, ഇത് അടിയന്തരമായി സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. ഇത് കേരളത്തിലെ വിദ്യാഭ്യാസ സമൂഹത്തെയും വളർന്നു വരുന്ന തലമുറയെയും ഇനി ഇവിടെ ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് ഇവിടെ പഠിക്കാനുള്ള മനോഗതി വരുവാനും ഇതല്ലാതെ മറ്റൊരു നിർവാഹമില്ല. മാത്രവുമല്ല, ഈ ട്യൂഷൻ സെൻ്ററിൻ്റെ പേരിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാർ തയ്യാറാവണം. നാളെ നടക്കുന്ന പരീക്ഷയിൽ വരുന്ന ചോദ്യങ്ങൾ കൃത്യമായി വിളിച്ചു പറയുകയാണ്. അടുത്തിടെ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടു. ഇന്നലെ അദ്ദേഹം ട്വിസ്റ്റ് ചെയ്തു, വരാൻ സാധ്യതയുള്ളതാക്കി. നാളെ നോക്കിക്കോളൂ, വരാൻ പോകുന്ന ചോദ്യങ്ങൾ ഇന്നതൊക്കെയാണെന്ന്. ട്യൂഷൻ സെൻ്ററിൽ പോകുന്ന കുട്ടികൾക്ക് മാത്രം കിട്ടുമ്പോൾ ട്യൂഷൻ സെൻ്ററിൽ പോകാൻ ഗതിയില്ലാത്ത പാവപ്പെട്ട കുട്ടികളുടെ അവസ്ഥ എന്താ? അവൻ മുഴുവൻ പഠിച്ചു പോകും. ഹനുമാൻ പണ്ട് കൊണ്ടുവന്നതുപോലെ ഒന്നിച്ച് വരവേണ്ടതുപോലെ മുഴുവൻ പുസ്തകവും പഠിച്ചു പോകുന്ന സാധാരണക്കാരൻ്റെ കുട്ടികൾക്ക് മുഴുവൻ പഠിച്ചാലും പരീക്ഷയ്ക്ക് പരാജയപ്പെടുകയും മാർക്ക് കുറവ് കിട്ടുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇത് ഗൗരവമേറിയ വിഷയമാണ്. കോഴിക്കോടിനും കേരളത്തിനും അപമാനമാണ്. വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും നോക്കുകുത്തിയായി നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നു, സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണമാണ്. വെറും പ്രഹസനമാണ്. കാരണം 13 ദിവസങ്ങളായി പരമ്പര എഴുതുന്നു. 13 ദിവസമായി. ഇന്നത്തേക്ക് 13 ദിവസങ്ങളെ വാർത്തകൾ വരുന്നു. ഈ വാർത്തകളെല്ലാം വന്നിട്ടും ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഒരാളെ ചോദ്യം ചെയ്തിട്ടില്ല, ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിർബന്ധമായി ജുഡീഷ്യൽ അന്വേഷണം. ജുഡീഷ്യൽ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഇപ്പോൾ KSU ആണ് വിഷയം ഏറ്റെടുത്തത്. ഈ വിഷയം കോൺഗ്രസ് ഏറ്റെടുക്കും.
പ്രത്യക്ഷ സമരവുമായി കോൺഗ്രസ് മുന്നോട്ട് വരും. ഇങ്ങനെയൊരു ഈ പേരുകേട്ട വിദ്യാഭ്യാസ മേഖല തകർക്കാൻ കോൺഗ്രസ് അനുവദിക്കുന്ന പ്രശ്നമില്ല. CPM മാഫിയ വിദ്യാഭ്യാസ മേഖലയിലും പിടിമുറുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ആവർത്തിച്ച് ഞാൻ പറയുന്നു, ട്യൂഷൻ സെൻ്ററും ഇടതുപക്ഷ അനുകൂല ഉദ്യോഗസ്ഥരും CPM നേതാക്കളും അടങ്ങുന്ന ഒരു മാഫിയ സംഘമാണ് ഇതിൻ്റെ പിന്നിൽ. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പോരാ, ഈ മന്ദഗതിയിൽ പോകുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാനിപ്പിച്ച് സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം. ഇല്ല, അത് പറയാം, പിന്നീട് പറയാം. അത് പലർക്കും അറിയുന്നതാണ്. ഇടതുപക്ഷ അനുകൂലികളായ വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാർ, അതിൽ അധ്യാപകരുണ്ട്, അധ്യാപകരെ നിയന്ത്രിക്കുന്ന സമിതിയുടെ അധ്യക്ഷന്മാരുണ്ട്. അതൊക്കെ പിന്നീട് പറയാം. കുറേ കാര്യം കേസ് പറഞ്ഞിട്ടുണ്ട്. അറിഞ്ഞാലേ 4 കാലും തുമ്പിക്കൈയും കൊമ്പോടെ ജീവി എന്ന് പറഞ്ഞാൽ ആരാന്ന് പറയേണ്ട കാര്യമില്ല, അന്വേഷിച്ചോളൂ. കോഴിക്കോട് നഗരത്തിലെ പ്രമുഖനായ ഒരു CPM നേതാവിൻ്റെ ഭാര്യയാണ് ഈ വിവാദ ട്യൂഷണറിൻ്റെ അഭിഭാഷക.